ഹായ് ഹലോ എല്ലാവർക്കും KGF ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബിഗിനേഴ്സൊക്കെ ആയിട്ടുള്ള കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ് മെയ്ഡായിട്ട് സോപ്പൊക്കെ ഉണ്ടാക്കാനായിട്ട് പഠിച്ചു, പക്ഷേ സെയിൽ കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ള കൂട്ടുകാരൊക്കെയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ഇതിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സോപ്പ് മേക്കിംഗ് തുടങ്ങിയ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ സെയിൽ ഉണ്ടാവാനായിട്ട്. അപ്പോൾ അതാണ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. സോപ്പ് ബിസിനസ് ചെയ്യുന്നവരും അല്ലെങ്കിൽ ഇനി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കാണണേ. ഏകദേശം ഒരു 10ഓളം ടിപ്സുകൾ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കഴിഞ്ഞെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടാതെ തന്നെ ലൈക്കും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും ഒട്ടും സമയം കളയുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. മിക്ക കൂട്ടുകാരും ചെയ്യുന്ന കാര്യങ്ങളാണ് എങ്കിൽ കൂടിയും ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മെയിനായിട്ടും ബിഗിനേഴ്സൊക്കെ ആയിരിക്കും കേട്ടോ ഇവർക്ക് ഉപകാരപ്പെടുന്നത്. അതായത് നമ്മൾ ചെറിയ ചെറിയ സാമ്പിൾ സോപ്പുകളെല്ലാം ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഫ്രണ്ട്സ് അതുപോലെ തന്നെ റിലേറ്റീവ്സ് ഇവർക്ക് കൊടുക്കാവുന്നതാണ്. ഇവർക്ക് കൊടുത്തതിന് ശേഷം അവരുടെ അടുത്തു നിന്നുള്ള ഫീഡ്ബാക്കും കാര്യങ്ങളെല്ലാം മേടിച്ച് നമ്മുടെ പ്രൊഡക്റ്റ് നമുക്ക് മെച്ചപ്പെടുത്താവുന്നതാണ്. ഇപ്പോൾ അവർ പറയുമല്ലോ ആ ഒരു പ്രൊഡക്റ്റിൽ ചിലപ്പോൾ എന്തെങ്കിലും പോരായ്മയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ പ്രൊഡക്റ്റ് നമുക്ക് വീണ്ടും മെച്ചപ്പെടുത്തി എടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ചെറിയ ചെറിയ സാമ്പിൾ സോപ്പുകളെല്ലാം ഉണ്ടാക്കിയിട്ട് കൊടുക്കാവുന്നതാണ്. സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത് നമ്മൾ വാട്സപ്പിൽ ഡെയിലി സ്റ്റാറ്റസ് വയ്ക്കുക. അതായത് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോസ്, അതുപോലെ തന്നെ കസ്റ്റമർ റിവ്യൂസ്, ഓഫറുകൾ, പിന്നെ അതുപോലെ തന്നെ അവൈലബിൾ ആയിട്ടുള്ള സോപ്പുകൾ, ഇതൊക്കെ നമുക്ക് വാട്സപ്പിൽ സ്റ്റാറ്റസ് വയ്ക്കാവുന്നതാണ്. അപ്പോൾ സെയിൽ കിട്ടാനുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗങ്ങളിൽ ഒന്നാണ് വാട്സപ്പ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് ഡെയിലി വാട്സപ്പിൽ സ്റ്റാറ്റസ് വയ്ക്കാവുന്നതാണ്. മൂന്നാമത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൗത്ത് പബ്ലിസിറ്റിയാണ്. അത് നമ്മൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, നമ്മുടെ കസ്റ്റമേഴ്സ് ചെയ്തോളും. ഇപ്പം നമ്മുടെ അടുത്ത് നിന്ന് ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കസ്റ്റമർ മേടിച്ച് അവർക്ക് അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ അവരുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സിനോടൊക്കെ റെക്കമെൻഡ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ഇന്ന ആളുടെ അടുത്തുനിന്ന് ഞാനൊരു പ്രൊഡക്റ്റ് മേടിച്ചു, ഞാൻ ഉപയോഗിച്ച് നോക്കി, നല്ലതാണെന്നൊക്കെ പറയാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലോട്ടൊക്കെ ഷെയർ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് സെയിൽ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു കസ്റ്റമർ നിങ്ങളുടെ ഏറ്റവും നല്ലൊരു അഡ്വർടൈസ്മെൻ്റ് ആണ്. നാലാമത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ പ്രൊഡക്റ്റൊക്കെ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ അതായത് നമ്മളിപ്പോൾ ഓൺലൈനൊക്കെ ആയിട്ട് സെയിൽ ചെയ്യുമ്പോൾ ഈ ഫോട്ടോസ്, വീഡിയോസ് ഇതിനൊക്കെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു ക്ലിയർ ഇല്ലാത്തൊരു ഫോട്ടോ അല്ലെങ്കിൽ ക്ലിയർ അല്ലാത്തൊരു ക്ലാരിറ്റി ഒന്നും ഇല്ലാത്തൊരു വീഡിയോ ആണ് നമ്മൾ പോസ്റ്റ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ആളുകൾക്ക് അത് നമ്മുടെ കസ്റ്റമേഴ്സിന് വലിയ താല്പര്യമൊന്നും ഉണ്ടാവത്തില്ല അത് കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ നല്ല ക്ലാരിറ്റിയോട് കൂടിയിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക. അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കസ്റ്റമറുടെ റിവ്യൂ നമ്മൾ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് സോപ്പ് മേടിച്ചവരുടെ അടുത്ത് നിന്ന് ഫീഡ്ബാക്ക് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആ റിവ്യൂസൊക്കെ നമുക്ക് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ റിവ്യൂ ഒക്കെ കാണുമ്പോൾ പുതിയതായിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ടാവില്ല, അപ്പോൾ അവർക്ക് കുറച്ചുകൂടി ഒരു വിശ്വാസമാകും നമ്മുടെ ഒരു പ്രൊഡക്റ്റിൽ. അപ്പോൾ നമുക്ക് അത് അഞ്ചാമത്തെ ഒരു സ്റ്റെപ്പായിട്ട് ചെയ്യാവുന്നതാണ്, കസ്റ്റമറുടെ റിവ്യൂ കളക്ട് ചെയ്യുക എന്നുള്ളത്. ആറാമത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് കോംബോ ഓഫറുകളൊക്കെ നൽകാവുന്നതാണ്. അതായത് ഇപ്പോൾ ഒരു 5 സോപ്പോ അല്ലെങ്കിൽ ഒരു 3 സോപ്പൊക്കെ മേടിക്കുമ്പോൾ ഡിസ്കൗണ്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സോപ്പ് പ്ലസ് ലിപ് ബാമൊക്കെ നമുക്ക് കോംബോ ഓഫറിൽ കൊടുക്കാവുന്നതാണ്. അതും അല്ലാന്നുണ്ടെങ്കിൽ ഗിഫ്റ്റ് പാക്കുകളൊക്കെ നമുക്ക് സെറ്റൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ കോംബോ ഓഫറുകളൊക്കെ നൽകാവുന്നതാണ്. ഏഴാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നല്ല രീതിയിൽ സോപ്പ് ഉണ്ടാക്കിയാലും പ്രസൻറ്റേഷൻ മോശമാണെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ വാങ്ങാനായിട്ടൊരു മടി ഉണ്ടാകും. അപ്പോൾ നമ്മളിപ്പോൾ ബിഗിനറൊക്കെ ആകുമ്പോൾ നല്ല രീതിയിലൊന്നും ചിലപ്പോൾ പ്രസൻറ്റ് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ ക്ലീൻ ഫിലിം വെച്ചിട്ടാണ് നമ്മൾ പാക്കൊക്കെ ചെയ്യുന്നതെങ്കിൽ കൂടിയും ചെയ്യുന്ന കാര്യം നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് ചെയ്യുക. ഇപ്പോൾ ട്രാൻസ്പെറൻറ്റ് കവറിൽ പാക്ക് ചെയ്ത് അതിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം മുട്ടിച്ച് അതിൽ ഇപ്പോൾ ഇന്ന സോപ്പാണ്, ആ സോപ്പ് അതിൻ്റെ വെയിറ്റ്, റേറ്റ്, മാനുഫാക്ചറിങ് ഡേറ്റ് ഇതൊക്കെ ഉൾക്കൊള്ളിച്ച് നല്ല രീതിയിൽ ക്ലീൻ ആൻഡ് നീറ്റായിട്ട് പാക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പ്രസൻറ്റേഷൻ നല്ല രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് ഏഴാമത്തെ സ്റ്റെപ്പായിട്ട് വരുന്നത്. എട്ടാമത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ലോക്കൽ മാർക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഓൺലൈനായിട്ടുള്ള സെയിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ നമ്മുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, അതുപോലെ തന്നെ നെയ്ബേഴ്സ്, ബ്യൂട്ടി പാർലറുകൾ, ചെറിയ ചെറിയ ഗിഫ്റ്റ് ഐറ്റംസ് കൊടുക്കുന്ന ഷോപ്പുകൾ ഉണ്ടാവില്ല. അപ്പോൾ അവിടെയൊക്കെ നമ്മുടെ പ്രൊഡക്റ്റ് നമുക്ക് പരിചയപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അങ്ങനെയും കുറച്ച് കസ്റ്റമേഴ്സിന് നമുക്ക് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. ഒൻപതാമത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് മിക്കവരും പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും സോപ്പ് വേണം പക്ഷെ റേറ്റ് അധികം എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ സെയിൽ കുറവാണെങ്കിൽ കൂടിയും നമ്മുടെ ആ ഒരു സോപ്പിൻ്റെ പ്രൈസ് കുറയ്ക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതായത് നമ്മളിപ്പോൾ ഒരാൾക്ക് ഒരു സോപ്പ് കൊടുക്കുകയാണ്,
കൊടുക്കാൻ നേരത്തെ ഇപ്പോൾ ഒരു അലോവേരയുടെ സോപ്പാണ് നമ്മൾ കൊടുക്കണമെന്ന് വിചാരിക്കുക. ആ ഒരു സോപ്പ് കൊടുക്കുമ്പോൾ അലോവേരയുടെ സോപ്പാണെന്ന് മാത്രം പറഞ്ഞു കൊടുക്കാതെ ആ ഒരു സോപ്പ് എന്തിനു വേണ്ടിയിട്ടാണ്, അത് ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ബെനിഫിറ്റും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് കൊടുക്കുക. അപ്പോൾ അതും കൂടെയൊക്കെ ആകുമ്പോൾ ആളുകൾക്ക് കുറച്ചുകൂടി ഒരു താല്പര്യം ഉണ്ടാകും മേടിക്കാനായിട്ട്. പൊതുവേ എല്ലാവരും പറയുന്ന കാര്യമാണ്, ഇപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന സോപ്പിന് ഇത്രയും റേറ്റ് ഇല്ലല്ലോ, ഇപ്പോൾ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യുന്ന സോപ്പിന് അത്യാവശ്യം നല്ല റേറ്റ് ഒക്കെ വരുന്നുണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ രണ്ടാണ് വരുന്നത്. ഇപ്പോൾ കടയിൽ നിന്ന് മേടിക്കുന്ന സോപ്പിൽ നമുക്ക് അറിയത്തില്ല എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളതിൽ ചേർക്കുന്നത് എന്നുള്ളതൊന്നും അറിയത്തില്ല. അപ്പോൾ ഈ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യുന്ന സോപ്പുകൾ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുക, നമ്മളതിൽ ചേർക്കുന്ന ഓരോരോ കാര്യങ്ങൾ, ആ ഒരു സോപ്പിൻ്റെ ബെനിഫിറ്റ് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഒരു കാരണവശാലും ഇപ്പോൾ നമുക്ക് സെയിൽ കുറവാണെന്ന് കരുതി നമ്മുടെ സോപ്പിൻ്റെ പ്രൈസ് ഒന്നും കുറയ്ക്കാതിരിക്കുക. 10ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫെസ്റ്റിവൽ ആൻഡ് ഗിഫ്റ്റ് സെയിലൊക്കെ ചെയ്യാവുന്നതാണ്. അതായത് ഓണം, ക്രിസ്മസ്, വിഷു, പെരുന്നാൾ ഇതൊക്കെ വരുമ്പോൾ നമുക്ക് ഫെസ്റ്റിവൽ സെയിലൊക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ബർത്ത്ഡേ റിട്ടേൺ ഗിഫ്റ്റുകൾ, സ്പെഷ്യലായിട്ടുള്ള പാക്കറ്റ് ഇതൊക്കെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയും കുറച്ച് കസ്റ്റമേഴ്സ് നമുക്ക് കിട്ടുന്നതായിരിക്കും ഇങ്ങനെ ഫെസ്റ്റിവൽ ആൻഡ് ഗിഫ്റ്റ് സെയിലൊക്കെ ചെയ്യുന്നതിലൂടെ. അപ്പോൾ ഒരു 10 പോയിന്റാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മിക്കവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണിത്. എങ്കിൽ കൂടിയും ട്രൈ ചെയ്ത് നോക്കാതെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിപ്പോൾ തുടക്കത്തിൽ തന്നെ ഒരുപാട് സെയിലൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിലും അത്യാവശ്യം കുറച്ച് സെയിലെങ്കിലും കിട്ടുന്നതായിരിക്കും കേട്ടോ. പതിയെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസും കാര്യങ്ങളെല്ലാം ഇട്ടാൽ മതിയാകും. അതുപോലെ തന്നെ വാട്സപ്പ് സ്റ്റാറ്റസ് അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതിയാകും. സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ സെയിലെന്ന് പറയുന്നത് ചിലപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. നമ്മൾ സ്ഥിരമായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കതിൽ സക്സസ് ആവാനായിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് പറയാനുള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ, ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടാതെ തന്നെ ലൈക്കും ചെയ്യണേ. അപ്പോൾ അതുപോലെ തന്നെ ഇതുപോലെ സോപ്പ് മേക്കിംഗ് ഒക്കെ ചെയ്യുന്ന കൂട്ടുകാർ നിങ്ങൾക്കും ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാകണം നമുക്ക് മുന്നോട്ടേക്ക്. നിങ്ങൾക്കും കൂടെ ഉപകാരപ്പെടുന്ന ഓരോ വീഡിയോസായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.